അവളുടെ പ്രവൃത്തികൾ കാണുമ്പോൾ എനിക്ക് ഹൃദയത്തിൽ ഭാരം തോന്നുന്നു. അവ മറയ്ക്കുകയാണോ എന്ന തോന്നൽ. താൻ മൂത്ത മകൾ നിലയ്ക്ക് കൂടുതൽ കെയർ കൊടുക്കാൻ രണ്ടാമത്തെ വരവിന് ശേഷം ശ്രമിച്ചുവെന്നും എന്നാൽ തന്നെ മനസ്സിലാക്കി മകൾ പെരുമാറുകയാണെന്നുമാണ് പേളി കുറിപ്പിൽ പറയുന്നത്. നീല ഒരു ചേച്ചിയായത് മുതൽ വളരെ സ്പെഷ്യലാണ് എന്ന തോന്നൽ അവൾ ഉണ്ടാക്കാനും അവൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകാനും അവളുടെ അനുജത്തിയുമായി ബന്ധം സ്ഥാപിക്കാൻ നിലയ്ക്ക് സമയം കണ്ടെത്തി കൊടുക്കാനും ഞാൻ ശ്രമിച്ചു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ എന്നെ വളരെയധികം പിന്തുണയ്ക്കുന്നു. അതുപോലെ അവൾക്ക് ഞാൻ സുഖം പ്രാപിച്ചു വരികയാണെന്ന് അറിയാം. ഞാൻ വീണ്ടും ഒരു നല്ല അമ്മയാകാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്കറിയാം. അവൾക്കായി ഒന്നും ചെയ്യാൻ അവൾ എന്നോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. കുഞ്ഞിനെ അവളുടെ കയ്യിൽ പിടിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നു. മേൽനോട്ടത്തോളം അവൾ സ്നേഹിക്കുന്നു. അവൾ അനുജത്തിയെ ചുംബനങ്ങൾ കൊണ്ട് കുളിപ്പിക്കാനും അവളുടെ കളിപ്പാട്ടങ്ങൾ നൽകി കളിപ്പിക്കുന്നതിൽ അവൾ സന്തോഷം കണ്ടെത്തുന്നു. അമ്മൂമ്മയ്ക്കൊപ്പം കൂടുതൽ സമയം നില ചിലവഴിക്കുന്നു. അവൾ സേനിയുടെ കൂടെ ഉറങ്ങുന്നു. ശുഭരാത്രി നേരത്തെ സന്തോഷത്തോടെ അടുത്ത മുറിയിലേക്ക് അവൾ പോകുന്നു. പക്ഷെ ഒരു അമ്മയെന്ന നിലയിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു ഭാരം അനുഭവപ്പെടുന്നു. അവൾ തൻ്റെ വികാരങ്ങൾ മറച്ചു വെക്കുകയാണോ എന്ന തോന്നലാണ് എനിക്കുള്ളത്. അവൾക്ക് എന്നിൽ നിന്ന് അവളുടെ അവിഭാജ്യ ശ്രദ്ധ നഷ്ടപ്പെടുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. മാതൃത്വത്തിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. തീർച്ചയായും ഇത് ഏറ്റവും തന്ത്രപ്രധാനമായ ഒന്നാണ്. എൻ്റെ ചെറിയ ഫയർഫ്ലൈ എന്നേക്കാൾ ശക്തനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. നില ഇങ്ങനെയായതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് എന്നാണ് പേളി കുറിച്ചത്. നിലയ്ക്കൊപ്പമുള്ള ഒരു വീഡിയോയും പേളി കുറിപ്പിനൊപ്പം പങ്കുവെക്കുന്നുണ്ട്. പേളി ഗർഭിണിയായപ്പോൾ ഒരു തിരിച്ചുവരവ് മുകളിൽ താൻ കണ്ടു തുടങ്ങിയെന്ന് നേരത്തെയും പേളി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ തനിക്കൊപ്പം കിടന്നപ്പോൾ നില ചവിട്ടിയെന്നും അക്കാര്യം മനസ്സിലാക്കി അവൾ അടുത്ത ദിവസം മുതൽ അച്ഛനായ ശ്രീനിക്കൊപ്പം കിടക്കാൻ തുടങ്ങിയെന്നും പേളി പറഞ്ഞിരുന്നു. പേളിയുടെ കുടുംബത്തിന് ആദ്യത്തെ പേരക്കുട്ടിയാണ് നില. അതുകൊണ്ട് തന്നെ നില കുടുംബാംഗങ്ങൾക്കെല്ലാം വളരെ സ്പെഷ്യലാണ്. എന്നാൽ രണ്ടാമത്തെ കുഞ്ഞിന്റെ പേര് വിവരങ്ങളൊന്നും പേളി ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ആദ്യത്തെ പ്രസവത്തിന്റെ ആശുപത്രി വീഡിയോ അടക്കം താരം പങ്കിട്ടിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അതും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കുഞ്ഞിന് പേളിയും ശ്രീനിഷും എന്ത് പേരായിരിക്കും നൽകുക എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. 2019 മെയ് 5 തീയതികളിലായി ഹിന്ദു ക്രിസ്ത്യൻ ആചാരപ്രകാരമായിരുന്നു പേളി ശ്രീനിഷ് വിവാഹം നടന്നത്.